ബഹുമാനിയായ കൊടുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസി പൊയ്കേൽ അവർ, നമ്മുടെ സ്കൂളിൻ്റെ പ്രിയങ്കനായ PTA പ്രസിഡന്റ് ശ്രീ ഷിബു തെക്കേമറ്റം അവർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജെസ്സി ജോർജ്, മുൻ അധ്യാപകരായ സെൽവി സാറ്, ഷാൽവി ടീച്ചർ, എൻ്റെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരായ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, നമുക്കറിയാം ഭാരത സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളായ നിങ്ങൾ ചരിത്ര പുസ്തകങ്ങളിലൂടെ അതൊക്കെ പഠിക്കുന്നവരാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ അനവധിയായ ധീര ദേശാഭിമാനികൾ അവരുടെ ചുടുനിണം വാർന്ന വഴികളിലൂടെ കടന്നുപോയി സ്വാതന്ത്ര്യത്തിൻ്റെ മധുരിമ നുകരുന്നവരാണ് ഈ തലമുറയിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ. സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ 4 വർഷങ്ങളായി നമ്മുടെ വിദ്യാലയത്തിൽ നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ് സ്വാതന്ത്ര്യദിന പ്രഭാഷണ പരമ്പരയായ ഫ്രീഡം സ്പീച്ച് എന്നുള്ളത്. ഇവിടെ നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ നമ്മുടെ കൊടുവനാൽ ഭാഗത്തെ പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തിത്വങ്ങളെ കൂടി ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇവിടെ എത്തിയ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്വാഗതം ചെയ്യുവാനായി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന് ഇന്നിവിടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ശ്രീ ഷിബു തെക്കേമറ്റം അവറുകളാണ്. കേരളത്തിലെമ്പാടും അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനും അതോടൊപ്പം തന്നെ രക്തദാനം മഹാദാനം എന്ന് പറഞ്ഞ് ആ മഹത്തായ കർമ്മം നമ്മുടെ സമൂഹത്തിൽ എമ്പാടും ചെയ്യുന്നതുമായ ഒരു വ്യക്തിത്വമാണ് ശ്രീ ഷിബു തെക്കേമറ്റം അവറുകൾ. ശ്രീ ഷിബു തെക്കേമറ്റത്തെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കൊടുവനാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോസി പൊയ്കേൽ അവറുകളാണ്. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും എപ്പോഴും നമ്മുടെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്ന ഒരു നല്ല വ്യക്തിത്വമാണ് ശ്രീ ജോസി പൊയ്കേൽ. ശ്രീ ജോസി പൊയ്കേൽ അവരുകളെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഇന്ന് ഈ വേദിയിൽ സ്വാതന്ത്ര്യദിന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പകർന്നു നൽകുന്നത് നമ്മുടെ പ്രിയങ്കരയായ കൊടുവനാൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജെസ്സി ജോർജ് അവറുകളാണ്. ഞങ്ങൾ സ്നേഹത്തോടുകൂടി ജെസ്സി ചേച്ചി എന്ന് വിളിക്കുന്ന ജെസ്സി ചേച്ചിക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ മുൻ അധ്യാപകരായ ഷാൽവി ടീച്ചർ, സെൽവി സാറ് അവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യദിന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് അവർക്ക് നല്ല പ്രഭാഷണങ്ങൾ അവർ ഇവിടെ നൽകുന്നുണ്ട്. സാൽവി സാറിനെയും അതോടൊപ്പം തന്നെ ഷാൽവി ടീച്ചറിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, ഈ ഒരു പ്രഭാഷണ പരമ്പരയിൽ അവരും ഭാഗഭാക്കുകളാവുന്നുണ്ട്. ജോസ്മി സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷയിലല്ല സിസ്റ്റർ ഇവിടെ പ്രഭാഷണം നടത്തുക. അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപകർ അവരൊക്കെ
നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആ മധു നുകരുന്ന ആ കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ പ്രൗഢഗംഭീരമായ പ്രസംഗം നടത്തുന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ ഏവരെയും ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു കലാലയത്തിൻ്റെ നാഡീഞരമ്പുകളും നട്ടെല്ലും എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളാണ്. നമ്മുടെ ഒഴുകണ സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവർ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര പുസ്തകത്തിൻ്റെ താളുകളിലൂടെ മറിച്ചു നോക്കി കടന്ന് പഠിച്ചു പോകുന്നവരാണെങ്കിലും അവർ ഈ കാര്യങ്ങളൊക്കെ വളരെ വൈദഗ്ധ്യത്തോടുകൂടി അവർ പഠിച്ച് ഈ വേദിയിൽ അവർ അവതരിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങ്, ഈ പ്രഭാഷണ പരമ്പര വീക്ഷിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇത് സംപ്രേഷണം ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളെയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ആ രക്തസാക്ഷികളുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരെയും ഈ പ്രോഗ്രാം കാണുന്നതിനും ഇതിൽ ഭാഗഭാക്കുകളാകുന്നതിനും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു കാര്യം വളരെ മഹത്തരമാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയങ്കരണം ആദരണീയമായ സെൻറ് ജോൺ ഇഫേസ്യാൻസ് ഹൈസ്കൂളിൻ്റെ പ്രഥമ അധ്യാപകൻ സോണി സാറെ, ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പള് ഡോക്ടർ ബെല്ല ജോസഫ്, PTA പ്രസിഡന്റ് ഷിബു തെക്കേമുറ്റം, സൽവി സാറെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, നിങ്ങൾക്കെല്ലാം വിനീതമായ ഗ്രൂപ്പുകൈ. ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും 80ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നടത്തിയ ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ VR അംബേദ്കർ, ഝാൻസി റാണി, സുഭാഷ് ചന്ദ്രബോസ്, അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയവർ നടത്തിയ ധീര പോരാട്ടങ്ങളുടെ പരമ്പരയിലൂടെയാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനായത്. 1947 ആഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നിട്ട് 80 വർഷമായാലും നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന എത്രയോ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം നമുക്ക് പരിസമാപ്തി ഉണ്ടാകണം. നമ്മളെല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇന്ത്യയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. നമുക്ക് ഇന്ത്യക്ക് മാത്രമേ വിദേശ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തേലും സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നിശ്ചയദാർഢ്യവും അർപ്പണബോധവുമാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. അത് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകണം. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ. രാജ്യം നിങ്ങളെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും സഹപ്രവർത്തകരോടും വളരെ സ്നേഹത്തോടെ നല്ല രീതിയിൽ പരിശീലിച്ച് നല്ല മിടുക്കരായി പഠിച്ച് രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നവരായി നിങ്ങൾ വളർന്നു വരണം. നമ്മുടെ സോണി സാറ് 4 വർഷമായി ഫ്രീഡം സ്പീച്ച് എന്നൊരു പദ്ധതി നമ്മുടെ സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതിക്ക് എല്ലാവിധ ആശംസയും നേരുകയാണ്. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രഭാഷണ പരമ്പരയാണ് സാറ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ സോണി സാറ് 4 വർഷമായിട്ട് ഫ്രീഡം സ്പീച്ച് സ്വാതന്ത്ര്യദിന പരമ്പര ഈ സ്കൂളിൽ തുടങ്ങിയിട്ട്, ഈ പരമ്പര എല്ലാ വർഷവും ഒന്നിനൊന്നൊന്ന് മെച്ചമായിട്ടാണ് ഫ്രീഡം സ്പീച്ച് കൊഴിഞ്ഞ സ്കൂളിൽ നടക്കുന്നത്. ഈ വർഷത്തെ ഫ്രീഡം സ്പീച്ച് കൊഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ഞാൻ
നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. ഈ സ്കൂളിലെ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ആദരണീയായ മാനേജർ, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, പ്രിയപ്പെട്ട അനധ്യാപകരെ, ഏറെ പ്രിയങ്കരമായ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൊടുവനാൽ സെൻറ് ജോൺ നെപ്പോംസിയാൻസ് ഹൈസ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള ഫ്രീഡം സ്പീച്ച് 4ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ സോണി സാറിനെയും മറ്റ് അനധ്യാപകരെയും PTA പേരിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഈ അഭിമാനകരമായ വേളയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നിരവധി മഹത് വ്യക്തികളുടെ ത്യാഗവും പോരാട്ടവും സഹനവും കൊണ്ടാണ് നമുക്കിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസം അനുഭവിക്കാൻ കഴിയുന്നത്. അവരുടെ ത്യാഗങ്ങൾ എന്നും നമ്മുടെ ഓർമ്മയിലും ഹൃദയത്തിലും നിലനിൽക്കണം. സ്വാതന്ത്ര്യം എന്നത് അവകാശങ്ങൾ അനുഭവിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതോടൊപ്പം നമ്മുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും തിരിച്ചറിയുകയും എന്നതുകൂടിയാണ് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല പൗരന്മാരായി വളരുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, സമൂഹത്തോടും രാജ്യത്തോടും പ്രതിബദ്ധത പുലർത്തുക, ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി. അറിവിനോടൊപ്പം സ്നേഹവും സഹാനുഭൂതിയും സത്യസന്ധതയും അച്ചടക്കവും വളർത്തിയെടുക്കണം. നിങ്ങളുടെ ഓരോ നല്ല പ്രവൃത്തിയും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിച്ച് പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ രാജ്യം വളരട്ടെ, നമ്മുടെ നാടിൻ്റെ ഭാവി ശോഭനമാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയ അധ്യാപകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ മംഗളാശംസകൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂള് HM സോണി സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാമിനും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരമാണിത്. ഏറ്റവും നല്ലതുമാണത്. 1947 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വതന്ത്രമാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട, ഓർമ്മിക്കേണ്ട വസ്തുത, നമ്മുടെ ഇടയിൽ നിന്നും മൺമറഞ്ഞുപോയ മഹാത്മാഗാന്ധിജി അടക്കമുള്ള മഹത് വ്യക്തിയുടെ പുണ്യാത്മാക്കളുടെ വളരെയധികം നീണ്ടുനിന്ന കഷ്ടപ്പാടുകളുടെയും യാതനകളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും ഫലമാണെന്നുള്ളതാണ്. അത് നാം ഒരിക്കലും മറന്നു പോകരുത്. സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ പ്രവർത്തിക്കുന്ന സംവിധാനം നിലവിൽ വന്നു. ഇന്ന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നാം പറയുമ്പോഴും എല്ലായിടത്തും അത് സാധ്യമായിട്ടില്ല. നമ്മുടെ പത്രമാധ്യമങ്ങളും മീഡിയകളുമെല്ലാം അത് നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. വരും തലമുറയിലെ ഭാവി വാഗ്ദാനങ്ങളായ നിങ്ങൾ ഓരോരുത്തരുടെയും ചിന്ത എന്നത് വേലിക്കെട്ടുകളില്ലാതെ സ്വതന്ത്രമായി ചിന്തിച്ച് നിരീക്ഷിച്ച് യെസ് എന്ന് പറയേണ്ടിയിടത്ത് യെസ് എന്നും നോ എന്ന് പറയേണ്ടിയിടത്ത് നോ എന്നും
പറയുവാനുള്ള മനക്കരുത്തുള്ളവരായി വളരുക എന്നതാണ്. രാഷ്ട്ര നേതാക്കന്മാർ സ്വപ്നം കണ്ട മതേതരത്വ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി നമ്മുടെ ഭാരതത്തെ മാറ്റി എല്ലാ വിധത്തിലുമുള്ള അഴിമതി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ തുടങ്ങിയവയിൽ നിന്നും പുരോഗതി പ്രാപിച്ച് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാതെ നേടിയ നേട്ടം ഇനിയും 10 മടങ്ങായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക എന്നതാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും 80-ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. सबको मेरा प्रणाम। आज हम 80 स्वतंत्रता दिवस का त्यौहार मनाते रहते हैं। हम स्वतंत्रता दिन मनाते समय 2 या 3 बातों के बारे में चिंता करना आवश्यकता है। हम लगातार बताते हैं कि भारत स्वतंत्र मिल गया है, आज़ादी मिल गया है, लेकिन भारत में रहने वाले लोगों को आज़ादी से रखते हैं या नहीं, इसके बारे में चिंता करना जरूरत की बात है। हम बताते हैं कि भारत स्वतंत्रता के रूप से चल रहे हैं। भारत में रहने वाले लोगों को कोई दिखावट नहीं है, कोई कठिनाई नहीं है, ऐसा वैसा हम लगातार बोलते रहते हैं। लेकिन वास्तव में हम चिंता करते हैं तो कितने लोग हमारे भारत में गरीबी की खैरानियों में रहते हैं। गरीबी को छुड़ाने के लिए भारत में रहने वाले हर एक नागरिक लगातार कोशिश करना ही चाहिए। हम विचार करने की बात ये है कि गरीबी कैसे दूर कर सकते हैं। हमारे संबंध में कोई प्रॉब्लम नहीं है, लेकिन हम एक दिन 4 या 5 बार खाना खाते रहते समय एक दिन एक बार भी खाना मिलने का अवसर ना होने वाला कितने लोग यहाँ रहते हैं, उसके बारे में हम जरूर चिंता करना चाहिए। और यहाँ राजनीतिक लोग शासन करते रहते हैं, प्रजातंत्र का शासन हो रहे हैं, लेकिन प्रजातंत्र का अर्थ क्या है? लोगों के लिए है। लोगों के लिए अच्छा शासन कराने के लिए चुनाव लेकर लोग उसकी अच्छा शासन की प्रतीक्षा में रहते हैं। लेकिन हम चिंता करने की बात लोगों को अच्छा शासन मिलते हैं। वास्तव में ये कह सकते हैं कि पूरी तरह अच्छा शासन देने का हद हमारे भारत में नहीं है। इसका कारण है कि भारत में रहने वाले लोगों के ऊपर अनेक प्रकार की समस्याएं आते रहते हैं। कारण क्या है? हम जाति के नाम पर, धर्म के नाम पर, वर्ण के नाम पर आपस में झगड़ा पैदा करके स्वाधीनता को पकड़ करने के लिए राजनीतिक नेता लोग हमेशा प्रयास कर रहे हैं। तो यहाँ अनेक प्रकार के क्रांतियों का उद्भव होने के कारण यहाँ शासन करने वाला लोगों के ऊपर निहित एक संदेह के बिना कर सकते हैं। कारण क्या है? यहाँ रहने वाले लोगों के भलाई के लिए शासन करते हैं, तो इसी प्रकार की दुर्घटनाएं हमारे भारत में, विशेषतः केरला में ऐसा नहीं बन जाएंगी, क्योंकि लोगों की सुविधा के लिए, लोगों को सुरक्षा के लिए यहाँ शासन करने का अधिकार वह लेते हैं। लेकिन चिंता करते हैं तो कितने लोगों को ठीक सुविधा से रह सकते हैं। अनेक प्रकार के मामलाएं, समस्याएं लगातार आते रहते हैं, ये हम रोज देखते रहते हैं। यहाँ रहने वाले लोगों को आज़ादी के साथ रहने का अवकाश आज निषेध के रूप में हम देख पाते हैं। इसी प्रकार आज़ादी निषेध करने का कारण क्या है? लोगों को आज़ादी के साथ रहने का सुविधाएं पैदा करना राजनीतिक लोगों का दायित्व है, उत्तरदायित्व है। लेकिन कितने नेता लोग इसका फलस्वरूप हमारे भारत में लगा सकते हैं।
और भी चिंता करने की बात है। लेकिन मैं भी बताना चाहता हूँ कि भारत में रहने वाले लोगों को एक साथ मिलजुल कर जाति धर्म वर्ण के विभागीयता को छोड़कर हम सब भारत के भाई बहनेंगे ऐसे धारणा रखते हैं तो हमारा भारत सुसुविधा से भलाई के साथ लड़ाई के बिना आपस में झगड़ा पैदा किए हुए लोग आ जा सकते हैं। फिर हम ध्यान रखने की बात है। इसके लिए आज के नवयुवकों को एक बताना मैं चाहता हूँ, हम सब भारत के नागरिक के रूप में हम चिंता करते हैं तो नागरिक के कंधे पर अनेक दायित्व निहित है। हर एक नागरिक आपस में रहने वाले लोगों को भलाई के लिए काम करना चाहिए, सेवा करना चाहिए। हमारे साथ रहने वाले लोगों के आंखों से आंसू बहना देखते हैं तो वह आंसू मिटाने की क्षमता हर एक नागरिक दिखाना ही चाहिए। यह हम लेने का प्रण है। भारत में रहते समय सब लोग एकत्रता के साथ भाईचारे के साथ रहने का अवकाश है, वह उसी प्रकार रहते हैं ऐसा हम लेकर पहुँचाने की क्षमता हम रहने वाले हर एक लोगों के ऊपर नहीं दी। इसके लिए हम कोशिश करना ही चाहिए। मैं यह कहकर मैं अपना भाषण समाप्त करता हूँ। हम आज से शांति के साथ रहने का वातावरण पैदा करना ही चाहिए। शांति के साथ रहने का वातावरण पैदा करने का आशय है कि हम भाईचारे के रहना चाहिए। हम दूसरे लोगों को देखते हैं तो हम इसी प्रकार चिंता करना है कि वह मेरा भाई है, वह मेरा मेरी बहन है। वह उसी प्रकार की चिंता हमारे मन में आते हैं तो विरुद्धता का कोई कार्रवाई करने का धैर्य हमारे साथ नहीं रहेंगे। भाई है तो भाई के साथ हमारे घर में भाई बहने रहते हैं। घर में रहने वाले भाई बहनों के ऊपर विरुद्ध भाव से कोई काम प्रकट करने के लिए हम तैयार नहीं है, क्योंकि वो मेरा भाई है, वो मेरी बहन है। ऐसा चिंता के साथ हम रहना ही चाहिए। संसार में भी ऐसा ही चाहिए। लेकिन मैं भी बताना चाहता हूँ, मसीह स्वतंत्रता दिवस मनाते समय भाईचारे के साथ माता पिता को बहुत आदर के साथ, अध्यापक लोगों को आदर के साथ, वो हमारा महोदय है, उसी वीक्षण में उसी दृष्टि में उसको देखना ही चाहिए। उसी प्रकार देखते हैं तो हमारे आसपास कोई धक्कावट नहीं आएगा, कोई समस्या नहीं आएगा। भाईचारे के साथ एक साथ मिलजुल कर रहने के लिए हम कर सकते हैं। इस तरह कर मैं अपना वाणी समाप्त करता हूँ। एक बार सभी को स्वतंत्रता दिवस की शुभकामनाएं वो आशंसा करते हुए मैं अपना वाणी समाप्त करता हूँ। धन्यवाद। Morokara India Manukan American Achilega 18th Independence Day Mani Ase 15th August 1947 Day American Lega Desh British Manukan Logo Te Para Freedom Paise Freedom Fighters Kan Taikan Para Jeevan Fee Dikhe Ase American Fee Jeevan Fee Dise Mahatma Gandhi सुभाष चंद्र बोस, भगत सिंह, रानी लक्ष्मीबाई और मिस्सी मनुकान एक पोई कुरिकना फ्रीडम करने के कुरिशे फ्रीडम करने का इंडिया बरा जनो फालतू बिसी लगा आसे अमेरिकन स्कूल ते जवो परे निजो लगा खोता खोबो परे अरोकी कुरी बोले मोना से कोई बोले भरे किले कोयलो कोयला मनुकन पर बनाई रखा करने अमेरिकन मोन ठाकुर
The freedom fighters can aji busy yaad age. They can beda sacrifice kore kan ami kan itya laga bi na paise. They can laga nam ucha kori te they can lago bhal kam kan kori taki bole. Ami kan ekta koi kina thakut aru mon mila laga India बनाओ अमेरिकन एकदम भाल फ्यूचर सब करने बनाओ खुदे क्वालिटी एजुकेशन अरु हेल्थ केयर सब मनुकन बाबोले खुदे सब लगा अवेस अरु सब लगा ओपिनियन कोई लोई खुदे डाइवर्सिटी टू सेलिब्रेट कुरी अरु यूनिटी टू प्रमोट करे अमेरिकन इंडियन खादू एकदम खुशी हो बोले लगे जय हिंद जय भारत जय ഇന്ത്യ അതിൻ്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് തിരിതെളിക്കാൻ തുടങ്ങുന്ന ഈ അവസരത്തിൽ ആദ്യമായി തന്നെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിച്ച് ജീവൻ ഹോമിച്ച അനേകായിരങ്ങൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ഓരോ സ്വാതന്ത്ര്യ ദിനവും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഐക്യത്തിൻ്റെ, അഖണ്ഡതയുടെ, മാനവികതയുടെ, മതേതര മൂല്യങ്ങളുടെ എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന നാടാണ് നമ്മുടേത്. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനും ആ വൈവിധ്യങ്ങളെ ഒരുമിപ്പിച്ച് ആ വൈവിധ്യങ്ങളെ എല്ലാം ഒരുമയോടെ കണ്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ നാം നേടിയ സ്വാതന്ത്ര്യം അർത്ഥവത്താകുന്നുള്ളൂ. 500 വർഷത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും അഹിംസയിലൂടെ അനേകായിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് നേടിയെടുത്തതാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം. ഇന്ന് നമുക്ക് അഭിമാനിക്കാം, നാം നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം ഇതുവരെ കാത്തു സംരക്ഷിക്കുന്നതിൽ നാം ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും ഇന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും വ്യതിചലിക്കുകയോ ഭീകരതയ്ക്കോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ആധിപത്യങ്ങൾക്കോ അടിമപ്പെട്ടപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നാം നേടിയെടുത്ത ആ ജനാധിപത്യം ഇന്നും അഭംഗുരം നിലനിൽക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാവൽക്കാരാണ് ഇന്ത്യൻ ഭരണഘടനയും ജുഡീഷ്യറിയും നിയമനിർമ്മാണ സഭകളുമൊക്കെ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ നമ്മൾ ഒരുമിച്ച് ചേർന്നതുപോലെ ഇനിയും നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ നാം സ്വതന്ത്രരാണ് എങ്കിലും എല്ലാ ജനവിഭാഗങ്ങളും ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യം പല ഭീഷണികളിലൂടെയല്ലേ കടന്നു പോകുന്നത്. പലയിടത്തും സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്നു. മതത്തിൻ്റെ പേരിൽ, ഭീകരവാദത്തിൻ്റെ പേരിൽ, പ്രാദേശികവാദത്തിൻ്റെ പേരിൽ, എന്തിന് അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തെ, നാം നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തെ തുരങ്കം വയ്ക്കുന്നതാണ്. പരിസ്ഥിതി പ്രശ്നങ്ങളും ലഹരി മാഫിയയും ഒക്കെ ഇതിനോട് ചേർന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടിറങ്ങിയ കാര്യങ്ങളാണ്. ഇതിനൊക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും തയ്യാറാകണം. എന്ത് വില കൊടുത്തും നാം നേടിയ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ നാം പരിശ്രമിക്കണം. കവി പാടിയതുപോലെ സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് വൃതിയേക്കാൾ ഭയാനകം. ഈ ചിന്ത എന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നന്ദി. തലകുനിക്കാൻ തയ്യാറാകാത്ത ഒരു ജനതയ്ക്ക് എന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ധൈര്യമുണ്ടാകും എന്ന ഒന്നാം സ്വാതന്ത്ര്യ സമര സേനാനി നാനാ സാഹിബിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഏവർക്കും സാദരം കൂപ്പുകൈ. 190 വർഷങ്ങളോളം നീണ്ട സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അസ്വാതന്ത്ര്യത്തിന്റെ മുറുകിയ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് 79 വർഷം നാം വാനോളം ഉയർത്തിയ സ്വാതന്ത്ര്യത്തിന്റെ വിശാല ചെറുവുള്ള ത്രിവർണ്ണ പതാക പാറി പറക്കുമ്പോൾ ആ ത്രിവർണ്ണ പതാകയ്ക്ക് അനേകം യാഥാർത്ഥ്യങ്ങളുടെ
കഥ പറയാനുണ്ട്. സാമ്രാജ്യത്വത്തിന്റെയും കൊളോണിവൽക്കരണത്തിന്റെയും അടിമത്തത്തിന്റെയും ചങ്ങല പൊട്ടിച്ചെറിയാൻ നമ്മെ സഹായിച്ചത് നാം കണ്ടിട്ടും കണ്ടിട്ടില്ലാത്തവരുമായ അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വിയർപ്പും രക്തവും രക്തസാക്ഷിത്വവുമാണ്. അതുകൊണ്ട് തന്നെ അവർ നമുക്കായി നൽകിയ തെളിച്ച പാത നമ്മിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ നാം സ്വാതന്ത്ര്യത്തിന് മാറ്റുകൂട്ടണം. ഏകദേശം 2 നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത് ത്യാഗത്തിന്റെ കഥയായിരുന്നു. സത്യാഗ്രഹത്തെ മുറുകെ പിടിച്ച സഹന സമര മുറകളുടെ കഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ആരുടെ മുന്നിലും, ഒരു വിദേശ ശക്തിയുടെ മുന്നിലും, ഏത് വർഗീയ ശക്തികളുടെ മുന്നിലും പണയം വെക്കാതിരിക്കാൻ നാം തന്നെ പരിശ്രമിക്കണം. നാം ഇന്ന് കാണുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, സ്വാതന്ത്ര്യാനന്തര വികസനത്തിന് ശേഷം തന്നെ സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം എന്നീ ആശയങ്ങളെ നാം മുറുകെ പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തിലൂന്നിയ ഒരു യാത്രയായിരുന്നു ഇത്. എങ്കിൽ കൂടിയും ഇനിയും സഫലമാകാത്ത സമത്വവും സ്വാതന്ത്ര്യവും സഹോദര്യവും അസ്വാതന്ത്ര്യത്തിന്റെ പുതിയ മുഖങ്ങളാണ് എന്ന് നാം തിരിച്ചറിയണം. ആണ്ടേക്കൊരു ആഗസ്റ്റ് 15 അരുമയായി നുണയുന്ന വാക്കിലല്ല ഭാരതം. മകനെ, ഇതാണ് ഇന്ത്യയുടെ ഭൂപടം. വരകൾക്ക് താഴെ ഒരു കുഞ്ഞൻ നെടുവീർപ്പും വഴികൊഴിയും ഒരു തെരുവുപെട്ടിന്റെ നഗ്നതയും എന്ന് ഭൂമാതാവ് വിലപിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം. ഇന്ത്യയിലെ 142 കോടിയോളം ജനതയിലേക്ക് ഇനിയും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം എത്തിയിട്ടില്ല എന്നത് തന്നെ. അഴിമതിയും ദാരിദ്ര്യവും കൊണ്ട് ജനങ്ങൾ വലയുമ്പോൾ, ലിംഗാസമത്വങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒരു ജനതയെ അന്ധകാരത്തിലേക്ക് നയിക്കുമ്പോൾ, യഥാർത്ഥ ഗാന്ധിയൻ ആശയത്തിൽ അധിഷ്ഠിതമായ ഒരു യഥാർത്ഥ ഗാന്ധിയൻ വീക്ഷണത്തിലുള്ള ജനാധിപത്യം നാം താഴെ തട്ടിലെ തന്നെ കൊണ്ടുവരണം. മാനുഷികതയും മാനവികതയും സൗന്ദര്യാത്മകമാകുന്ന അനുകമ്പാർഹമായ കരുണയുള്ള പരസ്പരം കൈത്താങ്ങാകുന്ന ഒരു പുതിയ ഇന്ത്യക്ക് വേണ്ടി നിങ്ങളും ഞാനും ഒരുമിച്ച് കൈകോർക്കാം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Good afternoon, one and all. We celebrate the 80th Independence Day of our nation. Let us remember with a grateful heart Mahatma Gandhi, the father of our nation, and all the freedom fighters who fought against the British rule and gave us freedom. What is freedom? Do we have freedom today? The real freedom comes from our hearts. It is a great opening door to all the goodness and prosperity from all the evil customs and the darkness of the society. Let this Independence Day bring us light to our hearts and minds and give us true freedom. Once again, I wish you a happy Independence Day to one and all. I remain, thank you, Jai Hind. നമസ്കാരം. ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കാൽച്ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായത്തിലേക്ക് പറന്നുയർന്ന സുവർണ്ണ ദിവസമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ ദിവസം. നമ്മുടെ ഭാരത
a very happy Independence Day. This day is the most important day for all of us because on this day in 1947 we got independence from British rule. In 2026 we are celebrating 79th National Independence Day of India. This independence we got was a result of lot of sacrifices and struggles of our great freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose, Sardar Vallabhbhai Patel. On this day, our national flag is hoisted at Red Fort in Delhi. It is our duty to study hard, be kind, respect our cultures, protect our nature and those who need help. Let us always be proud of our country and promise to be a responsible citizen. Thank you. നമസ്കാരം. അധിനിവേശത്തിന്റെ കൽച്ചമല പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ അന്ത്യവികാസയിലേക്ക് പറഞ്ഞുയർന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ സുദിനം. ഈ ഓഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരുടെയും പുനർജന്മത്തിന്റെ ദിനമായിരുന്നു. ആ ദിനം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും പ്രകടമാക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയിൽ കൊടുത്തിരിക്കുന്നത് പാരതന്ത്ര്യവാദികൾക്ക് ഹൃദയേക്കാൾ ഭയാനകമെന്ന ആശാന്റെ വാക്കുകളാണ്. ഒരുപാട് പിതാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2020 ഇന്ത്യ ഏറെ വളർന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഇന്ത്യ മുന്നേറുന്നു. ചന്ദ്രയാനും മംഗളയാനും എല്ലാം അതിന്റെ നേർക്കാഴ്ചകളാണ്. തന്റെ സ്വാതന്ത്ര്യത്തിന്റെ തട്ടകത്തിൽ ചുവടുകൂടി ഇന്ത്യ പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യം മാത്രമല്ലായിരുന്നു. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി നയിക്കപ്പെടുന്ന ഭരണമെന്ന ജനാധിപത്യ മേഖലയെ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെ ഭാരതം ഏറ്റവും കൂടുതൽ ജനാധിപത്യ ശക്തിയായി മാറുകയും ചെയ്തു. ഇതിന് തുടക്കം കുറിച്ച ദിനം കൂടിയാണ് ഓഗസ്റ്റ് 15. ദേശീയഗാനം പാടുമ്പോഴും ദേശീയ പതാക ഉയർത്തുമ്പോഴും വന്ദേമാതരത്തിൽ മുഴുകുമ്പോഴും നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. കവി പറയും പോലെ ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 നരുമയായി ഉണയേണ്ട മധുരമോ ഭാരതം അല്ല, അത് നമ്മുടെ രക്തവും വികാരവുമാണ്. അഴിമതിയും അനീതികളും കൊലയുമില്ലാത്ത ഭാരതമാണ് എന്റെ സ്വപ്നം, അല്ല നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് പ്രയത്നിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തുന്നു. നന്ദി. മനസ്സിന് എന്റെ വിനീതമായ വന്ദനം. മലമുകളിൽ കൊളുത്തിവെച്ച വിളക്ക് പോലെ ലോകത്തിന് എന്നും നല്ല ചിന്തകളുടെ വെളിച്ചം മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒരു ദേശത്തിന്റെ പേരാണ് ഭാരതം. ആയുധശക്തി കൊണ്ടും അന്യദേശങ്ങളെ കീഴടക്കി കൊള്ളയടിച്ചതിലൂടെയല്ല, ആത്മശക്തി കൊണ്ടും ലോകത്തെ മുഴുവൻ സ്വന്തം വീടായി, ചരാചരങ്ങളെ മുഴുവൻ സ്വന്തം സഹോദരങ്ങളായി കണ്ടിരുന്ന വിശ്വ സാഹോദര്യം കൊണ്ടുമാണ് ഭാരത ലോകത്തെ അത്ഭുതപ്പെടുത്തിയത്. ഇന്ന് യുദ്ധങ്ങളുടെയും കണ്ണീരിന്റെയും വിലാപങ്ങളുടെയും ഇരുണ്ട വഴികളിലൂടെയാണ് ലോകം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതിക്കുണ്ടായ വിനാശകരമായ മാറ്റം മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നിന്ന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഭാരതത്തിന്റെ മഹത്തായ ദർശനങ്ങളെ കൂട്ടുപിടിക്കുക എന്നതാണ്. ഭാരതത്തിൽ നിന്ന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം അഹിംസയുൾപ്പെടെയുള്ള നമ്മുടെ സനാതന മൂല്യങ്ങളെ വീണ്ടെടുക്കുക എന്നതാണ്. ഗാന്ധിജി നെഹ്റുവിനെയും ടാഗോറിനെയും സ്വാമി വിവേകാനന്ദനെയും ശങ്കരാചാര്യരെയും ശ്രീനാരായണ ഗുരുവിനെയും മദർ തെരേസയും ഒക്കെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു തലമുറയിലൂടെ മാത്രമേ വരും കാലങ്ങളിൽ ഭാരതത്തിന്റെ ആത്മാവ് ജ്വലിക്കുകയുള്ളൂ എന്ന് നാം വിസ്മരിക്കരുത്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ സമ്പത്ത് കൊണ്ടും സൈനിക ബലം കൊണ്ടും ശാസ്ത്ര നേട്ടങ്ങൾ കൊണ്ടും ലോകത്തിന്റെ വൻശക്തി എന്ന് അഭിമാനിക്കുമ്പോഴും ആത്മാവ് നഷ്ടപ്പെട്ട ഒരു നാടായി നാം മാറും എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Good morning to all. Respected principal, teachers and all my dear friends. Today is 15th August, a very special day for all of us. It is our Independence Day. On this day in 1947, India got freedom from the British rule after a long struggle. Many freedom fighters like Mahatma Gandhi,
ത്യാഗം ചെയ്ത ആ ധീര ദേശാഭിമാനികളെ ഈ അവസരത്തിൽ നമുക്ക് സ്മരിക്കാം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള അവസരം, നന്നായി പഠിക്കാനും ജോലി ചെയ്യാനും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാനുമുള്ള അവസരം. ഈ 80 വർഷം കൊണ്ട് നമ്മുടെ ഭാരതം ഒരുപാട് വളർന്നു. സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, റോഡുകൾ, ടെക്നോളജി, ചന്ദ്രനിൽ പോലും നമ്മുടെ പതാക ഉയർന്നു. ഇതെല്ലാം നമുക്ക് അഭിമാന നിമിഷമാണ്. എന്നാൽ നമ്മുടെ ജോലി ഇവിടെ കൊണ്ട് തീർന്നില്ല. നമ്മുടെ രാജ്യത്തെ നല്ലതാക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്. നാം എല്ലാം ഒന്നാണ്, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാം. ഈ ഐക്യമാണ് നമ്മുടെ ശക്തി. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു നല്ല പൗരനായി നാം ജീവിക്കും. ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Good morning everyone. Respect sir, teachers and all my dear friends. My name is Nidhi. I am studying in class 5. Today I am going to speak a few words about Independence Day. August 15 is the most important day of all of us because we are celebrating Independence Day. I wish you all a very happy Independence Day. It is our national festival. We got freedom on this day. We remember our freedom fighters on this day. Friends, our great freedom fighters like Mahatma Gandhi, Pandit Nehru, Subhash Chandra Bose, Bhagat Singh, Lala Lajpat Rai, Rani Lakshmi Bai, and many more others. I am proud to be an Indian. I love my country very much. Jai Hind, Jai Bharat. Thank you. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. ആദ്യം തന്നെ ഏവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായ ദിനം നാം ഏവരും സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. നാം നമ്മുടെ 80ാം സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് ഇവിടെ ആചരിക്കുന്നത്. നാം നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവിതം നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി സമർപ്പിക്കുകയായിരുന്നു. അവരെ ഓരോരുത്തരെയും നമുക്ക് ഇന്ന് ഇവിടെ സ്മരിക്കേണ്ടതുണ്ട്. മൺമറഞ്ഞു പോയ ദേശാഭിമാനികളുടെ ഓരോരുത്തരുടെയും കഥ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. അവരെ ഓരോരുത്തരെയും ഇന്ന് ഞാനിവിടെ ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. മാന്യസദസ്സിന് വന്ദനം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. 1947 ഓഗസ്റ്റ് 15 നാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച് ഇന്നേക്ക് 80 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. ഇതിൽ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരുടെ ധീരകഥകളും നമുക്ക് സ്മരിക്കാം. ഇന്ത്യ ഇന്ന് പല മേഖലകളിലും ഉയർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ദേശസ്നേഹവും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ്. മതേതരത്വം കാത്തു സൂക്ഷിക്കുവാനും സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാനും നാം ഒന്നിച്ച് പ്രവർത്തിക്കണം. അഹിംസയിലും സത്യത്തിലും ഊന്നിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നമ്മുടെ രാജ്യത്തിന്റെ ശക്തി തന്നെ നമ്മളുടെ സ്നേഹവും ഐക്യവുമാണ്. നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കായി നമുക്ക് ഒന്നിച്ച് പൊരുതാം, പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. മാന്യസദസ്സിന് നമസ്കാരം. ഇന്ന് നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചനം നൽകി. അനേകം ദേശസ്നേഹികളും അവരുടെ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ തുടങ്ങിയ അനേകം മഹാന്മാരുടെ സേവനവും ത്യാഗവും എന്നും നമുക്ക് പ്രചോദനമാണ്. രാജ്യത്തെ സ്നേഹിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, നിയമങ്ങൾ പാലിക്കുക, ഇതെല്ലാം ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമയാണ്. ഓരോ ഇന്ത്യൻ പൗരന്റെയും അഭിമാനമാണ് സ്വാതന്ത്ര്യം. ചെക്ക്
ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ സുവർണ പതാക ഉയർന്നപ്പോൾ വാനോളം ഉയർന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ യശസ്സായിരുന്നു. ഇന്നത്തെ സ്വാതന്ത്ര്യം വിലമതിക്കാനാവാത്ത ഒന്നാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും നമുക്ക് ഈ നിമിഷം ഓർക്കാം. അവരുടെ ത്യാഗങ്ങളും അവർ നമുക്കായി ചെയ്ത കടമകളും നമുക്ക് ഓർക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. നന്ദി, നമസ്കാരം. മാന്യസദസ്സിന് നമസ്കാരം. ആദ്യമായി ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നൂറ്റാണ്ടുകൾ നീണ്ട ദേശഭരണത്തിന്റെ കറുത്ത ശകലകൾ പൊട്ടിച്ചെറിഞ്ഞ് നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യസൂര്യന്റെ വെളിച്ചത്തിലേക്ക് ഉയർന്നെഴുന്നേറ്റ ചരിത്രദിനം. ഈ ശുഭദിനത്തിൽ നമ്മുടെ ത്രിവർണ്ണ പതാക വാരിയുയർന്ന് പറക്കുമ്പോൾ ഓരോ ഭാരതത്തിന്റെയും ഹൃദയത്തിൽ അഭിമാനത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും തിരമാലകൾ അലയടിക്കുകയാണ്. ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കാൽച്ചങ്ങലുകൾ പൊട്ടിച്ചെറിഞ്ഞ 79ാം സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ വിലയും സ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും ഏറ്റെറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ വരും തലമുറയിൽ കൊളുത്തിവെക്കുന്നത് പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വാക്കുകളാണ്. 1947 നിന്നും 2021 എത്തിയപ്പോഴേക്കും ഇന്ത്യ ഏറെ വളർന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഇന്ത്യ മുന്നേറുന്നു. അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യർ ഇപ്പോഴും പടവെട്ടുന്നു. കൊലപാതകങ്ങളും മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തുന്നതിന് തുടക്കം കുറിച്ച ദിനം കൂടിയാണ് ഓഗസ്റ്റ് 15. സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച ഒരു സമ്മാനമല്ല, മറിച്ച് അനേകം ധീരന്മാരുടെ രക്തവും ത്യാഗവും കൊണ്ട് നേടിയെടുത്ത അമൂല്യമായ അവകാശമാണ്. ഇന്ന് നാം അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ഈ ത്രിവർണ്ണ പതാക നമ്മുടെ ഭാരതത്തിന്റെ ഐക്യത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ്. ഈ മണ്ണിനു വേണ്ടി സ്വന്തം ജീവൻ പുഞ്ചിരിയോടെ സമർപ്പിച്ച ധീരദേശാഭിമാനികളെ നന്ദിയോടെ ഓർക്കാം. ഒരു രാജ്യം ശക്തമാകുന്നത് വലിയ കെട്ടിടങ്ങൾ കൊണ്ടല്ല, മറിച്ച് നല്ല പൗരന്മാർ കൊണ്ടാണ്. കുട്ടികളെന്ന നിലയിൽ രാജ്യം ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മളെ നോക്കിക്കാണുന്നത്. നമ്മുടെ പൂർവികർ നമുക്ക് നേടുന്ന സ്വാതന്ത്ര്യത്തെ പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന നല്ല പൗരന്മാരാകാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്ന പ്രതിജ്ഞയാണ് ഞാൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ ഈ ദിനത്തിൽ എടുക്കേണ്ടത്. നമുക്ക് നേടുന്ന സ്വാതന്ത്ര്യത്തെ പരിപോഷിപ്പിക്കുന്നതിലും അത് പൂർണ്ണ ഹൃദയത്തോടെ കാത്തു സൂക്ഷിക്കുന്നതിലും നാം പരാജയപ്പെടരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏവർക്കും സ്വാതന്ത്ര്യത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരുടെ അനുമതിയിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തിന്റെ ഫലമായിട്ടാണ്. ആ ത്യാഗം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, റാണി ലക്ഷ്മിബായി തുടങ്ങിയവർ സ്വന്തം ജീവൻ സമർപ്പിച്ച് ഒരുപാട് വേദന സഹിച്ച് ഞങ്ങൾ ധൈര്യത്തോടെ മുന്നേറിയവരാണ്. അവരെ നമ്മൾ അത്രയധികം ഓർക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട അത്യാവശ്യമാണ്. സ്വാതന്ത്ര്യം എന്നത് വെറും അടിമത്തത്തിൽ നിന്നും മോചനം നേടുക മാത്രമല്ല, എന്നാൽ ഉത്തരവാദിത്തമുള്ളവരായി പ്രവർത്തിക്കാനും ധീരതയോടെ വളരാനുമുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നമ്മുടെ യുവതലമുറയുടെ കൈകളിലാണ്. അതിനാൽ വിദ്യാർത്ഥികളായി നമ്മൾ നന്നായി പഠിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും സത്യസന്ധതയോടെ വളരുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് ഇന്ത്യ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കലാകായിക മേഖലകൾ തുടങ്ങിയ പ്രവൃത്തികളിൽ ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ നിൽക്കുന്നു. എന്നാൽ ദാരിദ്ര്യം, പരിസ്ഥിതി പ്രശ്നങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ തരണം ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പ്രവർത്തിക്കുകയും ചെടികളും മരങ്ങളും നട്ടുപിടിക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യണം. നമ്മുടെ ദേശീയ പതാകയിലെ 3 നിറങ്ങൾ നമ്മെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നു. കാവി ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. വെള്ള സമാധാനത്തെയും സത്യത്തെയും സൂചിപ്പിക്കുന്നു. ഒടുവിൽ പച്ച നിറം സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയണം. ലഹരിയുടെ ചതിക്കുഴികളിൽ പെടാതെ നല്ല കാര്യങ്ങൾ ചെയ്തും സത്യസന്ധതയും സത്യത്തിന്
സ്വാതന്ത്ര്യത്തിനായി അനേകം മഹാന്മാർ പോരാടി. മഹാത്മാഗാന്ധിജി അഹിംസയുടെ സത്യത്തിന്റെയും ശക്തിയിലൂടെ ജനങ്ങളെ ഒരുമിപ്പിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ധൈര്യത്തിന്റെ പ്രതീകമായി മാറി. ഭഗത് സിംഗ്, റാണി ലക്ഷ്മിബായ്, സർദാർ വല്ലഭായ് പട്ടേൽ എന്നീ തുടങ്ങി ഒട്ടേറെ സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്റെ സ്വന്തം ജീവനേക്കാൾ രാജ്യത്തെ സ്നേഹിച്ചു. അവരുടെ ത്യാഗമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറ. പ്രിയ സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ യാത്ര അവസാനിച്ചിട്ടില്ല. അതൊരു പുതിയ തുടക്കമായിരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമുള്ള രാജ്യമാണ് ഇന്ത്യ. വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കൃഷി, ബഹിരാകാശ ഗവേഷണം, കായിക രംഗം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇന്ത്യ ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ വികസനത്തോടൊപ്പം ചില വെല്ലുവിളികളും ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അഴിമതി, പരിസ്ഥിതി മലിനീകരണം, ദാരിദ്ര്യം, ലഹരി ഉപയോഗം എന്നീ തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മൾ ഒരുമിച്ച് നേരിടണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മാന്യസദസ്സിന് നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. ഓരോ ഭാരതീയനും സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ദിനമാണ് സ്വാതന്ത്ര്യദിനം. 1947 ആഗസ്റ്റ് 15 നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടി. മഹാത്മാഗാന്ധി, നെഹ്റു, ഭഗത് സിംഗ്, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ഒട്ടേറെ ദേശസ്നേഹികളുടെ ത്യാഗത്തിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. രാവെന്നോ പകലെന്നോ വേർതിരിവില്ലാതെ അഹോരാത്രം പ്രയത്നിച്ചത് കൊണ്ടാണ് നമുക്ക് അവർ നേടിത്തന്നത്. പിറന്ന നാടിനു വേണ്ടി ബലി കഴിച്ച ധീര ദേശാഭിമാനികളെ നമുക്ക് ഈ വേളയിൽ സ്മരിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മാന്യസദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഞാൻ എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തു. അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രവർത്തനത്തിനൊടുവിലാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിച്ചത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയവരുടെ പ്രയത്നങ്ങൾ നാം ഒരിക്കലും മറക്കരുത്. സ്വാതന്ത്ര്യം എന്നത് അവകാശങ്ങൾ മാത്രമല്ല, അത് ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമകൾ കൂടിയാണ്. നല്ല ഭാരതീയനായി വളർന്ന് രാജ്യത്തിന്റെ പുരോഗതിക്ക് പ്രയത്നിക്കുക എന്നതും നമ്മുടെ കടമയാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര ഭാരതമായി കാണാൻ നമുക്ക് സാധിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമസ്കാരം. പ്രിയ അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, അടിമത്തത്തിന്റെ കാൽച്ചങ്ങല പൊട്ടിച്ചെന്ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറന്നുയർന്ന സുദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന സുദിനം. ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമായിരുന്നു ഓഗസ്റ്റ് 15. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നാടിനോടുള്ള കൂറും സ്നേഹവും പ്രകടമാകുന്നു. പാരതന്ത്ര മാനികൾക്ക് മുദ്രയേക്കാൾ ഭയാനകമെന്ന ആശാന്റെ വാക്കുകൾ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഒരുപാട് പുണ്യ ആത്മാക്കളുടെ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. മഹാത്മാഗാന്ധിയുടെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2026 എത്തിയപ്പോൾ ഇന്ത്യ ഏറെ വളർന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറുന്നു. അഹിംസയിലൂടെ നേടിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യർ പടവെട്ടുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി കുട്ടികളെ പോലും ബലിയാടാക്കുന്നു. കവി പറയും പോലെ, ആണ്ടേക്കൊഴിക്കലെ ഒരു ആഗസ്റ്റ് 15 ഒരുമനായി നുണയേണ്ട മധുരമോ നമ്മൾ, അത് നമ്മുടെ രക്തവും വികാരവുമാണ്. നമ്മുടെ
മാന്യദർശന് നമസ്കാരം. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. 200 വർഷത്തിലധികം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതു ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണെന്നാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആ അസുലഭ നിമിഷത്തെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നിരവധി ധീര ദേശാഭിമാനികളുടെ പോരാട്ടങ്ങൾക്കൊടുവിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ നാം ഒട്ടേറെ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും പല മേഖലകളിലും നാം മുന്നേറാനുണ്ട്. അഴിമതിയും അക്രമവും ഇല്ലാത്ത, ജാതിമത ഭേദമില്ലാത്ത, ദാരിദ്ര്യവും പട്ടിണി മരണവും ഇല്ലാത്ത ഒരു നല്ല ഇന്ത്യയെ പണിതീർത്ത് നമുക്ക് സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ്. മാന്യ സദസ്സിന് എന്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, എന്റെ പ്രിയ കൂട്ടുകാരെ, നമുക്കറിയാം രാജ്യം ഇന്ന് 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. വർഷങ്ങളോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യ മോചിതമായി. 1947 ആഗസ്റ്റ് 14 പുലരിയിലാണ് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതമായത്. ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുനർജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് എന്നാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ അസുലഭ നിമിഷത്തെ വിശേഷിപ്പിച്ചത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങി എണ്ണിയാൽ തീരാത്ത ധീര ദേശാഭിമാനികളുടെ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യ പുലരിയിലെത്തിയത്. സ്വന്തം രക്തം ചിന്തി രാജ്യത്തിന്റെ നല്ലൊരു നാളേക്കായി ജീവനർപ്പിച്ച മഹാത്മാക്കളെ ഈ ഒരു പുണ്യദിനത്തിൽ നമുക്ക് സ്മരിക്കാം. ഇനിയും ഒരുപാട് ദൂരം മുന്നേറാനുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷ വേദിയിൽ പങ്കുചേരാം, പരസ്പരം ആശംസകൾ കൈമാറാം. നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ മുന്നേറ്റത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, ഒന്നുചേരാം. അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ ഒട്ടനവധി പേർ സ്വരാജ്യം എന്ന വലിയൊരു സ്വപ്നത്തിനായുള്ള പോരാട്ടത്തിൽ പങ്കാളികളായി തീർന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്, ജയ് ഇന്ത്യ. മാന്യ സദസ്സിന് നമസ്കാരം. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലേക്ക് അതിവേഗം കടന്നുവരുന്ന ഇന്ത്യ എന്ന എന്റെ ജന്മനാടിനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. സാമ്പത്തികമായും സൈനിക ശക്തി കൊണ്ടും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ വിസ്മയാജനകമായ നേട്ടങ്ങൾ കൊണ്ടും ഇന്ത്യ ഇന്ന് മറ്റു രാജ്യങ്ങൾക്ക് അഭിമാനത്തിന്റെ പാത്രമാണെന്ന് നമുക്ക് അഭിമാനിക്കാം. ഒരേ ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മന്ത്രവുമായി ഈ നേട്ടങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ച് ആഹ്ലാദിക്കുമ്പോഴും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ വിലയെന്തെന്നറിയാത്ത ഒരു സമൂഹമായി നാം മാറുന്നുണ്ടോ എന്ന ആത്മപരിശോധന നടത്തുന്ന സമയം കൂടിയാണിതെന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. അതെ, സമാധാനത്തിന്റെ വഴിയിലൂടെ അഹിംസയുടെ മാർഗത്തിലൂടെ ഒരു രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിന്റെ പുലരിലേക്ക് നയിക്കുന്ന മഹാത്മാവിന്റെ മാർഗവും രാഷ്ട്രപിതാവിന്റെ പൈതൃകവും എന്നും ഇന്ത്യയുടെ ആത്മാവിൽ മായാ നിലകൊള്ളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. മാന്യസദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യാശംസകൾ നേരുന്നു. നാം നമ്മുടെ 80ാം സ്വാതന്ത്ര്യമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവിതം മുഴുവൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി സമർപ്പിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരെ നാം ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ്. മൺമറഞ്ഞു പോയ ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. മാന്യ സദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് ഈ നിമിഷം സ്മരിക്കാം. അവരുടെ കഷ്ടപ്പാടിനും ത്യാഗത്തിനും ഒടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ എല്ലാ ധീരയോദ്ധാക്കളെ ഞാൻ ഈ നിമിഷം സ്മരിക്കുന്നു. ഏവർക്കും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ആദരണീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടിയിട്ട് 79 വർഷങ്ങൾ പിന്നിട്ടു. 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. ഏകദേശം 200 വർഷത്തോളം നീണ്ടുനിന്ന അധിനിവേശ ഭരണത്തിനെതിരെ നമ്മുടെ പൂർവികർ നടത്തിയ സമരങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം.
മഹാത്മാഗാന്ധി അഹിംസയുടെയും സത്യാഗ്രഹത്തിന്റെയും പാതയിലൂടെ ജനങ്ങളെ നയിച്ചു. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ധീരദേശാഭിമാനികൾ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു. സ്വാതന്ത്ര്യം എന്നത് വെറും വിദേശ ഭരണത്തിൽ നിന്ന് മോചനം നേടുക മാത്രമല്ല, നമ്മുടെ ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതും സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ ഒട്ടേറെ കാര്യങ്ങളിൽ വളർന്നിരിക്കുന്നു. സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം, ബഹിരാകാശ ഗവേഷണങ്ങൾ തുടങ്ങിയവയിലെല്ലാം ഇന്ത്യ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ, ആദിത്യ L1 തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യയുടെ കഴിവും ആത്മവിശ്വാസവും ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. ഭാവിയിലെ ഇന്ത്യ നമ്മുടെ കരങ്ങളിലാണ്. അത് കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ജാതി, മതം, ഭാഷ, പ്രദേശം എന്നിവയുടെ പേരിൽ വേർതിരിയാതെ നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ആശയം നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണ രീതിയും ഭാഷയും ആചാരങ്ങളും വസ്ത്രധാരണയിലുള്ള കോടിക്കണക്കിന് ആളുകൾ ഒരേ രാജ്യത്തിന്റെ പൗരന്മാരായി ജീവിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ശക്തി. സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം അടുത്ത തലമുറയ്ക്കും സുരക്ഷിതമായി കൈമാറേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ദാരിദ്ര്യമില്ലാത്ത, എല്ലാവർക്കും വിദ്യാഭ്യാസം തുല്യമായി ലഭിക്കുന്ന, പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുന്ന, സ്ത്രീകൾ സുരക്ഷിതരായ ഒരു ഇന്ത്യ വേണം. മതം, ജാതി എന്നിവയുടെ പേരിൽ വേർതിരിക്കപ്പെടാത്ത ഇന്ത്യ വേണം. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഓരോ ദേശാഭിമാനികൾക്കും വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഭാരതം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കൊഴുവനാൽ സെന്റ് ജോൺസ് നിബിൻസാൻസ് ഹൈസ്കൂൾ അഭിമാന പുരസ്കാരം അവതരിപ്പിച്ച 4ാമത് ഫ്രീഡം സ്പീച്ച് പരമ്പര ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസി പൊയ്കയിൽ അവറുകൾക്കും, ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ ശ്രീ സോണി തോമസ് സാറിനും, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജെസ്സി ജോർജിനും, എല്ലാ അധ്യാപകർക്കും, എല്ലാ വിദ്യാർത്ഥികൾക്കും, പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.